ഒരു പ്രാവശ്യം കൂടെ ഈ റിജോയ്സ് മിനിസ്ട്രിയുടെ ഭാഗമായി കർത്താവിന്റെ വചനത്തെ ഉയർത്തുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ഇടയിൽ വചനവുമായി നിൽക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്. ഞാനത് പലപ്പോഴും പറയാറുണ്ട്. സഭയുടെ പേരിൽ മാത്രമല്ല സന്തോഷമുള്ളത്, നിങ്ങളുടെ മുഖത്തും തിരുവചനം കേൾക്കുമ്പോഴൊക്കെയുള്ള നിങ്ങളുടെ ആ മുഖഭാവങ്ങളിലുമൊക്കെ ഞാൻ വളരെ സന്തോഷം കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ വന്ന് ശുശ്രൂഷിച്ചപ്പോഴും നിങ്ങൾ വിളിച്ച സൂം മീറ്റിങ്ങിലൊക്കെ സംബന്ധിക്കുമ്പോഴും എനിക്ക് വളരെ സന്തോഷം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ മീറ്റിംഗ് എനിക്ക് കുറേയേറെ അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സണ്ണിപ്പാസനെ ശുശ്രൂഷിക്കാൻ വിളിച്ചാൽ ഞാൻ നോ എന്ന് കഴിവതും പറയുകയില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ആ തിരക്കാണെങ്കിൽ കൂടെ ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി വരും. ഞാൻ നാട്ടിലില്ല, ശുശ്രൂഷയ്ക്കായിട്ട് ചില യാത്രകളിൽ കടന്നു വരികയും ഇന്ന് രാത്രി മറ്റൊരു സ്ഥലത്തെ ശുശ്രൂഷ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ് ഓടി റൂമിലോട്ട് വന്ന് കയറി പ്രസംഗത്തിനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഓടി തിരക്ക് പിടിച്ച് വന്നതിന്റെ ഒരു പ്രതിസന്ധി എനിക്ക് പ്രസംഗത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും കുറെ കഴിയുമ്പോൾ അങ്ങ് സ്മൂത്ത് ആയിക്കോളും, ആ റൂട്ട് ഞാൻ വന്നോളും. എന്തായാലും ഒരു ഗുണം തോന്നുന്നത് കുറെ അധികം പേരെ, അതായത് പുതിയ പുതിയ സഹോദരന്മാർ സഹോദരിമാരൊക്കെ ഇങ്ങനെ ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്നതും കാര്യങ്ങൾക്ക് മുമ്പോട്ട് നടത്തുക ചെയ്യുന്നവർ, നിങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ഞാൻ കണ്ടില്ലെന്നേ ഉള്ളായിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു മുഖാന്തരമായി ദൈവം മാറ്റിയല്ലോ. നിങ്ങൾക്കൊപ്പം ഞാനും നിങ്ങളുടേതായ വിഷയങ്ങളിൽ ചിലപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ആത്മാർത്ഥമായി വിശ്വാസത്തോടെ പറയാൻ കഴിയും. കാരണം ഞാൻ അവിടെ വന്ന് കണ്ട സമയത്ത് എന്നോട് സഹകരിച്ച സഹകരണത്തിന്റെ വെളിച്ചത്തിൽ അന്നും അതിനുശേഷം പല സന്ദർഭങ്ങളിലും ഈ സഭയെയും സഭയുടെ ചില പ്രതിസന്ധികളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അത്തരം പ്രതിസന്ധികൾക്ക് ദൈവം തരുന്ന മറുപടികൾക്ക് ഞാൻ നിങ്ങളോടൊപ്പം ദൈവത്തിനെല്ലാം മഹത്വം കരയറ്റുകയാണ്. കർത്താവ് അനുവദിച്ചാൽ നിങ്ങളുടെ നന്മകളിലും വന്ന് പങ്കാളിയാകാൻ എനിക്കും കഴിയും. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുവദിച്ചാൽ തടസ്സമൊന്നും ഇല്ലെങ്കിൽ നാട്ടിൽ വരുന്ന ചിലരെയെങ്കിലും ആ നാട്ടിൽ വരുമ്പോൾ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ മുഖവരകൾ ഇനി പറഞ്ഞ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഇനിയുള്ള ഒരു 1/4 മണിക്കൂർ സമയം ഒരു വചനം നിങ്ങളുമായി പറയാനുള്ള ഒരു താല്പര്യത്തിലാണ്. 2-3 പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു തടസ്സം എനിക്ക് ശുശ്രൂഷയിൽ ഉണ്ടെങ്കിലും സാരമില്ല, പ്രസംഗിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. 94-ലാണ് ഞാൻ ആദ്യമായി പ്രസംഗിക്കുന്നത്. ഈ കണ്ട 30 വർഷമായിട്ട് പ്രസംഗിക്കാനുള്ള വിശേഷമായ കൃപ എനിക്ക് ദൈവം തന്നു. ഈ 30 കൊല്ലം ഞാൻ പ്രസംഗിച്ചിട്ടും എന്റെ കൊതി മാറിയില്ലെന്നുള്ളതാണ് വാസ്തവം. എവിടെ പ്രസംഗിക്കാൻ കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കർത്താവിനെ പ്രസംഗിക്കുന്നത്. പ്രത്യേകിച്ച് വചനം സ്വീകരിക്കുന്ന ഏറ്റെടുക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ജീവിതത്തിന്റെ ഒരു കുഞ്ഞു പ്രായം മുതൽ ഞാൻ ഈ പുസ്തകവുമായി സമീപിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എനിക്കതല്ലാണ്ട് മറ്റൊന്നും അറിയത്തുമില്ല താനും. ഇതറിയാമെന്നല്ല, ആകെക്കൂടെ എന്തെങ്കിലും അറിയാമെങ്കിൽ പുസ്തകം എടുത്തുകൊണ്ട് നിൽക്കാനല്ലാണ്ട് വേറൊന്നും അറിയത്തില്ല. അത് തികച്ചും ദൈവകൃപയും അനേകരുടെ പ്രാർത്ഥനയും അല്ലാണ്ട് ശുശ്രൂഷ മുൻപോട്ട് പോകത്തില്ല. ഇത് ബുദ്ധിയുടെ കഴിവിന്റെ പ്രദർശന വേദികളല്ല ആത്മീക ശുശ്രൂഷകൾ. ആത്മീക വര്യനായിരിക്കുന്ന അനുഗ്രഹീത ചിന്തകനായിരിക്കുന്ന തിരുവെഴുത്തിന്റെ സിംഹഭാഗവും പുതുനിയമത്തിലെ എഴുത്തുകാരനായിരിക്കുന്ന പൗലോസ്ലീഹയ്ക്ക് ശുശ്രൂഷിക്കാൻ പ്രാർത്ഥനയുടെ പിൻബലം ആവശ്യമായിരുന്നെങ്കിൽ ഞങ്ങളെ പോലുള്ള സാധുക്കൾക്ക് എത്രയധികം പ്രാർത്ഥനയുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമായി വരുന്നു എന്നത് പ്രാരംഭത്തിലെ ഓർമ്മപ്പെടുത്തുകയും നിങ്ങളെ പ്രാർത്ഥിക്കാൻ ഉത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ രാത്രിയിലെ ധ്യാനത്തിനായി ആ ഒരു വേദഭാഗം വായിക്കാം. അതിനായിട്ട് നമുക്ക് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമുക്ക് എടുക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ദൈവത്തെ പരിഹസിച്ചുകൂടാ. ആ ഒരു വാക്ക് മാത്രം എടുക്കാം. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഈ ആക്ച്വലി കുറച്ചും കൂടെ എനിക്ക് പ്രസംഗിക്കാൻ കരളുറപ്പുള്ള, എനിക്ക് കൈത്തഴക്കം വന്ന കുറേയേറെ പ്രസംഗങ്ങൾ ദൈവകൃപയാൽ എൻ്റെ പക്കൽ ഉള്ളത് കൊണ്ട് അവയിൽ ഏതെങ്കിലും ഒന്നെടുത്ത് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു വരികയായിരുന്നു. എന്നാൽ ഇന്ന് വൈകിയ നിമിഷത്തിലാണ് എനിക്ക് ഈ സന്ദേശത്തിലോട്ട് പോകാനുള്ള ഒരു നിയോഗം ഉണ്ടായത്. ഒരു വലിയ ഉണർവുണ്ടാകുന്ന ഒരു പ്രസംഗമായി ഇത് മാറുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ലാസ്റ്റ് നിങ്ങളുടെ മധ്യത്തിൽ വന്ന് പ്രസംഗിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ക്ലാസ് നടത്തിയെന്ന് എൻ്റെ വിചാരം. അതിനുശേഷം പ്രസംഗിച്ചൊരു പ്രസംഗം ഇതായിരുന്നു. ഹബക്കൂക്കിൽ നിന്നുള്ള പ്രസംഗമായിരുന്നു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വൈകിയാലും കാത്തിരിക്ക, വരും നിശ്ചയം താമസിക്കത്തുമില്ല. അതാണ് ഞാൻ ലാസ്റ്റ് പ്രസംഗിച്ച പ്രസംഗം. ആക്ച്വലി
അത് ഞാനൊരു പ്രസംഗമായി തയ്യാറാക്കി ആദ്യം പ്രസംഗിക്കുന്നത് നിങ്ങളുടെ സഭാമധ്യത്തിലാണ്. പിന്നീട് ആ പ്രസംഗം എന്നോട് പലതവണ പരിശുദ്ധാത്മാവ് അതേ സന്ദേശം എൻ്റെ ശബ്ദത്തിൽ തന്നെ എന്നോട് സംസാരിക്കുകയും അത് പലയിടങ്ങളിൽ പ്രസംഗിപ്പാനുള്ള കൃപ ദൈവം തരികയും കേട്ട പലർക്കും അത് വ്യക്തിപരമായ ദൂതുകളും അനുഗ്രഹങ്ങളായി മാറിയെന്നും എനിക്ക് കേൾപ്പാനിടയായി. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ എനിക്ക് പറഞ്ഞ ശീലമുണ്ട്, പറഞ്ഞ ഓർമ്മയുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ കുറച്ചും കൂടെ മറ്റൊരു ആംഗിളിലാണ് ഞാൻ സന്ദേശം പറയാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 21 പുസ്തകവും ലേഖനമാണെന്നുള്ള കാര്യം ദൈവസഭയ്ക്ക് അറിയാമല്ലോ. 21 പുസ്തകവും ലേഖനമാണ്. ഈ 21 ലേഖനങ്ങളിൽ എബ്രായ ലേഖനമടക്കം 14ഓളം ലേഖനം എഴുതിയത് പൗലോസ് ആണെന്നും ബാക്കിയുള്ള ലേഖനങ്ങൾ പത്രോസ് എഴുതിയ 2 ലേഖനങ്ങൾ, യാക്കോബ് എഴുതിയ 1 ലേഖനം, യോഹന്നാൻ എഴുതിയ 3 ലേഖനം, യൂദ എഴുതിയ 1 ലേഖനം, അങ്ങനെ എല്ലാം കൂടെ 21 ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. ആ ലേഖനങ്ങളെ നമ്മൾ വീണ്ടും ഇനം തിരിക്കുമ്പോൾ പൊതുലേഖനങ്ങളെന്നോ ചാക്രിക ലേഖനങ്ങളെന്നോ പേഴ്സണൽ ലെറ്ററുകളെന്നോ വ്യക്തിപരമായിട്ടുള്ള കത്തുകളെന്നോ ഒക്കെയൊക്കെ തിരിച്ചുകൊണ്ട് പാസ്റ്റർ എപ്പിസൽ, പ്രിസൺ എപ്പിസൽ എന്നൊക്കെ പറഞ്ഞ വിവിധ നിലകളിൽ ലേഖനങ്ങൾ പഠന സൗകര്യാർത്ഥം നമ്മൾ പഠനത്തിനായി തിരിച്ചു പഠിക്കാറുണ്ട്. ഗലാത്യ ലേഖനം എന്ന് പറഞ്ഞ ലേഖനം പലതുകൊണ്ടും പ്രസിദ്ധമാകേണ്ട ഒരു ലേഖനം, അല്ലെ പ്രസിദ്ധമായ ലേഖനമാണ്. പൗലോസിന്റെ ഒരു മനോഹര രചനയാണ് ഗലാത്യ ലേഖനം. ക്രിസ്തീയ സ്വാതന്ത്ര്യം, ഇതാണ് ആ ലേഖനത്തിന്റെ ടൈറ്റിലായി നമ്മൾ കാണേണ്ടത്. എന്താണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം? ക്രിസ്ത്യൻ ലിബർട്ടി എന്ന് പറയുന്നത് അതെന്താണ്, അതെങ്ങനെയാണ് ലഭ്യമാകുന്നത്, ആ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഇതൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതൊന്നുമല്ല എൻ്റെ പ്രസംഗം 6-ാം അധ്യായത്തിലെ വായിക്കപ്പെട്ട ഭാഗം മാത്രമാണ്. അവിടെ തന്നെ എനിക്ക് പറയാൻ ഒരു 3 പ്രസംഗം കുറഞ്ഞത്, ഞാൻ വെറുതെ പറയുകയല്ല, ഒരു 3 പ്രസംഗത്തിനുള്ള സത്ത അവിടെ കിടപ്പുണ്ട്. 3 ചിന്തകൾ. ഒന്നാമത്തെ ചിന്തയായി നമുക്ക് കാണാൻ പറ്റുന്നത് ആ വാക്യത്തിൽ ഇങ്ങനെയാണ്: വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. അതൊരു വലിയൊരു ചിന്തയാണ്. കാരണം ഈ വഞ്ചന എന്ന വിഷയം ഈ 6-ാം അധ്യായത്തിൽ 2 തവണ പ്രധാനമായും പറയും. ഒന്നാമത്തെ വഞ്ചന വാക്യം 3ന്റെ അവസാനം പറയുന്നു, തന്നെത്താൻ വഞ്ചിക്കുന്നു. അപ്പൊ സ്വയവഞ്ചനയാണ് ഒരു വഞ്ചന. 2, വഞ്ചിക്കപ്പെടുകയാ, മറ്റൊരാളാൽ വഞ്ചിക്കപ്പെടുന്നു. ഒന്ന്, നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നതും, മറ്റൊന്ന് പിശാചിനാൽ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നാം വഞ്ചിക്കപ്പെടുന്നതുമായ കാര്യമാണ്. സ്തോത്രം. ഇവിടെ ഈ വഞ്ചനകളിൽ ഏറ്റവും വലിയ വഞ്ചനയായി എനിക്ക് തോന്നിയത് സ്വയവഞ്ചനയാ. സ്തോത്രം. സ്വയവഞ്ചന അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമായി ഞാൻ കണക്കാക്കുകയാണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ പ്രഥമ സഭയായി പരാമർശിക്കുന്ന എഫെസോസിലെ സഭയോട് ദൂത് പറയുമ്പോൾ പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടെന്നല്ല, വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അപ്പം എഫെസോസിലെ 7 സഭകളെയും ഒരു മെഡിക്കൽ കോളേജിന്റെ വാർഡിലെ അടിയന്തര ചികിത്സ തേടി വന്ന 7 ബെഡിൽ കിടക്കുന്ന രോഗികൾക്കടുക്കലേക്ക് ഒരു ഡോക്ടർ റൗണ്ട്സിനായി വരുമ്പോൾ എങ്ങനെയാണ് ആ ഡോക്ടർ ഓരോ രോഗിയെയും പരിശോധിച്ച് റിപ്പോർട്ട് എഴുതുന്നത് എന്ന രീതിയിൽ നിങ്ങളൊന്ന് നോക്കിയാൽ, എഫെസോസിലെ സഭയടുക്കൽ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു, കാര്യമായ മാറ്റം ഒന്നുമില്ല, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു വലിയ കുറവുണ്ട്, അതുകൊണ്ട് കുറച്ചു ദിവസം കൂടെ കിടക്കട്ടെ, ചികിത്സ കൊടുക്കാം, എന്തായാലും തട്ടിപ്പോകുകയല്ല, രക്ഷപ്പെടും. ഇതാണ് എഫെസോസ് സഭ കിട്ടുന്ന സന്ദേശം. സ്മുർണയുടെ സഭയോട് പറയുമ്പോഴേക്കും പറയുന്നു, ഈ സഭയ്ക്ക് ഇന്ന് ഡിസ്ചാർജ് കൊടുക്കാൻ കാരണം അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത 2 സഭകളെ ഉള്ളൂ. അതിലൊരു സഭയാണ് സ്മുർണയിലെ സഭ. അവർക്ക് ചില പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും അവർ ദൈവകൃപയിൽ നിൽക്കുന്നവരാണ്, അതുകൊണ്ട് വേണേൽ ഈ സഭയ്ക്ക് ഡിസ്ചാർജ് എഴുതാം എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇങ്ങനെ ഓരോ സഭയും റൗണ്ട്സ് ചെയ്ത് ഡോക്ടർ വന്നിട്ട് 7ാമത്തെ ബെഡിൽ കിടക്കുന്ന ആ പേഷ്യന്റിന്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഭാവനയിൽ പുള്ളി പാലിന്റെ അകത്ത് ബ്രെഡ് മുക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഡോക്ടർ ഇങ്ങോട്ട് വരുന്നത്. ഇന്ന് തന്നെ ഡിസ്ചാർജ് കിട്ടുന്നുള്ള വിചാരത്തിൽ ലവോദിക്ക സഭയിലെ പേഷ്യന്റ് പറഞ്ഞു, സാറേ ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാകുമോ? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഇന്നങ്ങ് ഡിസ്ചാർജ് ആക്കാമോ? കാരണം ഗ്ലൂക്കോസ് ഒക്കെ കുത്തിയും ബ്രെഡും ജ്യൂസും ഒക്കെ കുടിച്ചും ആളിച്ചിരി ഹാപ്പി ആയപ്പം പോകാമോ എന്ന് ചോദിച്ചു കാണണം. പക്ഷെ ഡോക്ടർ മൊത്തത്തിൽ പരിശോധിച്ചൊരു റിപ്പോർട്ട് ആയിട്ട് പറഞ്ഞു, അടിയന്തരമായി വെന്റിലേറ്ററിലോട്ട് കയറ്റിക്കൂ, ആളെ വിടാമെന്നല്ല, ആള് പോകാറായി, തട്ടിപ്പോകാറായി. ആമേ. കാരണം ഇവിടെ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ
3-ാം അധ്യായത്തിൽ തുടങ്ങുന്ന 1-ാം വാക്യത്തിൽ പറഞ്ഞ സഭയെ കുറിച്ച് പറയുമ്പോൾ ജീവൻ ഉണ്ടെന്ന് നിനക്ക് പേർ എങ്കിലും നീ മരിച്ചവനാ. അപ്പൊ പേരിലെങ്കിലും പുള്ളിക്കാരന് ജീവൻ ഉണ്ട്. ഏതാ? 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആ സഭയ്ക്ക് പേരിലെങ്കിലും ജീവൻ ഉണ്ടെന്നാണ് ആമെ വായിക്കുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ചെറിയ നാടിയിടിപ്പൊക്കെ ഉണ്ട്, ഇച്ചിരി BP കുറവാണെന്നേ ഉള്ളൂ, സാരമില്ല, എന്നാലും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് സർദീസല സഭയോട് പറയുന്നത്. പക്ഷെ ലവോദിക്ക സഭയിലേക്ക് വരുമ്പോഴേക്കും ഇവൻ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ആ അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. ഏതാ? ഇപ്പൊ വായിക്കണ്ട. 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോ ലവോദിക്ക സഭ ചത്ത സഭയാണ്. ആമേ. പുറമേ ഒരു കുഴപ്പവും ഇല്ല, ബ്രെഡ് കഴിക്കുന്നുണ്ട്, ജ്യൂസ് കഴിക്കുന്നുണ്ട്, ഭയങ്കര ആൾ ആക്റ്റീവ് ആണെങ്കിലും ആത്മീക തലത്തിൽ മരണാവസ്ഥയിൽ കിടക്കുന്ന ഒരു സഭയാണ് ലവോദിക്ക സഭ. അതുകൊണ്ട് എന്താണ് ഈ ലവോദിക്ക സഭയെ കുറിച്ച് എന്ന് പരാമർശിക്കാൻ കാരണം, ലവോദിക്ക സഭയുടെ ഒരു വാചകം കേട്ടില്ലേ, എനിക്കൊന്നിനും കുറവില്ല. ശരിയല്ലേ? സഭയ്ക്ക് വല്ല കുറവുണ്ടോ? പണ്ടില്ലാത്ത പോലെ നല്ല കാർപ്പറ്റ് ഉണ്ട്, ചാരുന്ന കസാരയുണ്ട്, ആടുന്ന ടേബിൾ ഉണ്ട്, പിന്നെന്താ, ഓടുന്ന വാഹനമുണ്ട്, വീഡിയോ പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം സഭയ്ക്കകത്തുണ്ട്, AC 1-ന് 3 വെച്ചിട്ടുണ്ട് നമ്മള് എന്ന് വേണ്ട സംവിധാനങ്ങൾക്ക് ഒരു കുറവും സഭയ്ക്കില്ല. പക്ഷെ ആ സഭയുടെ നാടി പിടിച്ചു നോക്കിയിട്ട് സഭയുടെ നാഥൻ ആ സഭയോട് പറയുക, നിനക്ക് ജീവൻ ഇല്ലെന്ന് മാത്രമല്ല, നിന്റെ കണ്ണിന് പ്രശ്നമാ, ഹാർട്ടിന് പ്രശ്നമാ, നിന്റെ ചിന്താഗതിക്ക് പ്രശ്നമാ, മൊത്തം നിനക്ക് പ്രശ്നമാ. നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാകുന്നു. ആ സഭയുടെ കുഴപ്പം ഞാനത് പറയുന്നത് കാരണം ഒരു വാക്ക് പറയാൻ വേണ്ടിയാ. എന്താണ് ഈ സഭയുടെ കുഴപ്പം? അയ്യോ, എനിക്ക് ചില പാവമുണ്ട്, ഞാൻ ചില കുഴപ്പക്കാരനാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതൊരു സാധ്യതയാ, പക്ഷെ ഈ സഭ നൂല് വസ്ത്രം ധരിച്ചിട്ടില്ലേലും പുള്ളിയുടെ മട്ടും ഭാവവും കണ്ടാൽ ജൗളിക്കടയുടെ മാനേജരാണെന്ന്. അതാ ഈ സ്വയവഞ്ചന എന്ന് പറഞ്ഞാൽ അത് തന്നെയാ. എന്ന് വെച്ചാൽ ഉടുപ്പ് പോയിട്ട് ഒരു 4 വസ്ത്രം ദേഹത്തില്ലേലും വലിയ പാഷം കളിച്ച ആള് നിൽക്കുന്ന നിപ്പ് കണ്ട എനിക്കെന്നാ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല പാസ്റ്ററെ. എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പവും ഇല്ല. അതാ എന്റെ കുഴപ്പം. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം നമ്മുടെ പരാജയം നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മുടെ വീഴ്ച തിരിച്ചറിയുന്നില്ല, പ്രാർത്ഥനാക്കുറവ് തിരിച്ചറിയുന്നില്ല, ആരാധനയെ വന്ന് ഉറങ്ങുന്നത് ഒരു കുറവാണെന്ന് പോലും തോന്നുന്നില്ല, ഞായറാഴ്ച വൈകി വരുന്നതും നേരത്തെ എഴുന്നേറ്റ് പോകുന്നതൊന്നും നമുക്കൊരു പ്രശ്നവുമല്ല, നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. എല്ലാം ഒത്തു വന്നാൽ യോഗത്തിനൊന്ന് പോകണം. ഈ ആറ്റിറ്റ്യൂഡാണ് ലവോദിക്ക സഭയിലെ സ്വയവഞ്ചന എന്ന് പറയുന്നത്. ഒരു കുഴപ്പവും എനിക്കില്ല എന്നുള്ളൊരു തോന്നൽ, ഈ മനോഭാവം ലവോദിക്ക സഭയുടെ ഒരു വലിയ പരാജയം. ഇന്നിന്റെ പെന്തക്കോസ്തിന്റെ, ഇന്നിന്റെ ആത്മീയരെന്ന് നമ്മുടെയൊക്കെ പരാജയം എന്നറിയാമോ? നമുക്ക് പലതുമില്ല. പിതാക്കന്മാർക്ക് മുഴങ്കാലിൽ തഴമ്പുണ്ട്, തലയിൽ കരയാൻ കണ്ണുനീരുണ്ട്, ആത്മഭാരമുണ്ട്, അവരിൽ വെളിപ്പെട്ട ദൈവശക്തിയുടെ പ്രദർശനമുണ്ട്. ഇതൊന്നുമില്ല. ലേവലിൽ മാത്രം വിശ്വാസി, പെന്തക്കോസുകാരൻ, പാസ്റ്റർ, സെക്രട്ടറി, ഖജാൻജി, ആക്ടിംഗ് സെക്രട്ടറി, ഇതൊക്കെ ഇങ്ങനെ ഓരോരോ സ്ഥാനം ഉണ്ടെന്നല്ലാതെ ദൈവശക്തി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആ അനുഭവം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്. സ്തോത്രം. ആരോ പറഞ്ഞതുപോലെ നമ്മുടെ പ്രശ്നം ഒരാവശ്യബോധമില്ലായ്മ എന്ന പ്രോബ്ലമാണ്. എന്താ നമ്മുടെ പ്രോബ്ലം? ഒരാവശ്യബോധമില്ലായ്മ. ഒരാവശ്യബോധമില്ല. അതെ, നമ്മുടെ പ്രശ്നം അതാ, നമുക്കൊരു ആവശ്യബോധമില്ല. എനിക്കത് വേണം, എങ്ങനേലും പ്രാപിക്കണം. പണ്ടൊക്കെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി കാത്തിരിപ്യോഗം വെച്ച് മാങ്ങാന ഉപദേശിയെ കൊണ്ടുവരുമായിരുന്നു, അല്ലെങ്കിൽ ദൂത് കേൾക്കാൻ വാര്യാപുരത്തിനടുത്ത് പോകുമായിരുന്നു. അതല്ലെങ്കിൽ പല പല കാര്യങ്ങളും. ഇന്ന് അതൊന്നും ഒരു പ്രശ്നമല്ല. അഭിഷേകം ഇല്ലേ എന്നാ കീബോർഡ് വായിക്കുന്ന ബ്രദർ പാടുന്നുണ്ടല്ലോ, പാടുന്ന സഹോദരി ലില്ലിക്കുട്ടി പാടും അന്യഭാഷ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ താളം പിടിച്ച് കസാരയിൽ ഇങ്ങനെ കൊട്ടി തവല കളിച്ചിരുന്നേച്ചാൽ മതിയല്ലോ. ഈ ഉഴപ്പാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയം. അതുകൊണ്ടാണ് ഗലാത്യരിൽ വായിച്ചത്, വഞ്ചിക്കപ്പെടരുത്. മനസ്സിലാകുന്നുണ്ടോ? സ്വയവഞ്ചനയും പിശാചിന്റെ വഞ്ചനയും ഒരുപോലെ വഞ്ചനയാണ്. വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോയാൽ ഞാൻ പറഞ്ഞ മുഖവര തന്നെ ഒരു പ്രസംഗമായി പോകും. തൽക്കാലം അതൊന്നുമല്ല എന്റെ പ്രസംഗ വിഷയം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. ഇല്ലേ, ഇപ്പൊ അത് വിഷയമാകും, ഇവിടെ ഒരു വിഷയമാകും. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ എന്റെ പ്രസംഗ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഒന്നാമത് പ്രസംഗിക്കേണ്ട ഒരു ചിന്ത ആ വാക്യത്തിൽ കണ്ടത് വഞ്ചന എന്നൊരു വിഷയം. അതൊരു വലിയൊരു ചിന്തയാണ്. അതിലേക്ക് ഞാൻ പോകുന്നു. 2,
ദൈവത്തെ പരിഹസിച്ചുകൂടാ. നമ്മൾ ആരെങ്കിലും ദൈവത്തെ പരിഹസിക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ പല ആരാധനയും സ്തോത്രവും കയ്യടിയും അന്യഭാഷയും ഒരർത്ഥത്തിൽ ദൈവത്തിന് നേരെയുള്ള പരിഹാസമാകാറുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ? സ്തോത്രം. അതൊക്കെ ഞാൻ വിശദീകരിക്കാൻ പോയാൽ അതും എന്റെ വിഷയത്തിലേക്ക് എത്താൻ കഴിയാതെ പോകും. സമയം വേഗത്തിലോടുക. എങ്കിലൊന്ന് നിങ്ങൾ പിന്നീടൊന്ന് ധ്യാനിച്ചു കൊള്ളുക. ദൈവത്തെ പരിഹസിക്കല്. ആഴ്ചയുടെ 7 ദിവസവും അധരം സൂക്ഷിക്കാതെ ഒരു ഞായറാഴ്ച ഇങ്ങോട്ട് വന്ന് ആത്മാവിൽ ആരാധിച്ചു പറയുന്ന അന്യഭാഷ പരിഹാസമാ, ദൈവത്തോടുള്ള പരിഹാസമാണ്. അധരം സൂക്ഷിക്കാതെ ആരാധിക്കുന്ന ആരാധനയും അന്യഭാഷയും ഒരർത്ഥത്തിൽ ദൈവത്തോടുള്ള പരിഹാസമാ. ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ വിട്ടുകളയാം. അപ്പൊ മൂന്നാമത്തെ കാര്യം ഇവിടെ കിടപ്പുണ്ട്. ഒന്ന് ദൈവത്തെ, രണ്ട് ദൈവത്തെ പരീക്ഷിച്ചുകൂടാ. മറ്റൊരു കാര്യം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആ വാക്യം തന്നെ വായിച്ചത്. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഈ മൂന്നാമത്തെ ചിന്തയാണ് ഇന്നു രാത്രിയിലെ എന്റെ പ്രസംഗ വിഷയം. മൂന്നാമത്തെ ചിന്ത വിത എന്നതാ എന്റെ കൊയ്ത്ത്. അവ ചിന്ത വിതയും കൊയ്ത്തും. ഇതാണ് ഇന്ന് രാത്രിയിലെ ഇനിയുള്ള ഒരു 20-25 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വിതയും കൊയ്ത്തും. ആദ്യത്തെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമെന്നുള്ള വിചാരത്തിൽ ഞാൻ ആ ഭാഗങ്ങളെ വിട്ടിട്ട് മൂന്നാമതായി വായിച്ചു കേൾപ്പിച്ച വിതയോടും കൊയ്ത്തിനോടുമുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ ഞാൻ ഈ പുസ്തകത്തിലൂടെ പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വായിച്ച ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കൊണ്ടുവന്ന് നോക്കിയാട്ടെ. ഗലാത്യ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ ഇങ്ങനെയാകുന്നു: ആത്മാവിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ വിതയ്ക്കും. 2 നിലയിൽ വിതയ്ക്കാം. വിത 2 രീതിയിലുണ്ട്. ഒന്ന് ആത്മാവിലുള്ള വിതയും, 2 ജഡത്തിലുള്ള വിതയും. സ്തോത്രം. ഈ വിതയെയും ഈ കൊയ്ത്തിനെയും ഒക്കെ നമുക്ക് മറ്റൊരു ആംഗിളിൽ വായിക്കാൻ വേണ്ടി കഴിയും. കർത്താവായ യേശു പഠിപ്പിച്ച ഒരു ഭാഗമുണ്ട്. ഒരു മനുഷ്യൻ തന്റെ വയലെല്ലാം ഉഴുതുമറിച്ചിട്ട് നല്ല വക വിത്ത് അവിടെ വിതച്ചിട്ട് അവൻ ഉറങ്ങി. മനുഷ്യൻ ഉറങ്ങുമ്പോൾ പിശാച്, മനുഷ്യന്റെ ശത്രു വന്നിട്ട് അവിടെ കളയും കൂടി വിതച്ചു. അപ്പൊ കളയ്ക്കും വിത്തുണ്ട്, വിളയ്ക്കും വിത്തുണ്ട്, 2ന്റെയും വിത്തുണ്ട്. നമ്മൾ ഏതാണ് ഈ വിതയ്ക്കുന്നുള്ള കാര്യം ഗൗരവമായി ആലോചിച്ചോണം. ജോയ്സ് മിനിസ്റ്ററോട് മാത്രമല്ല, ഇന്ന് രാത്രി ഞാൻ എന്നോടും കൂടെ പറയുകയാണ്. ഞാനും നിങ്ങളും ഈ ആയുസ് മൊത്തം എടുത്ത്, ആരോഗ്യം മൊത്തം എടുത്ത്, സമയം മൊത്തം എടുത്ത് ഈ വിതച്ചു കൂട്ടുന്നത് എന്തിന്റെ വിത്താണെന്നുള്ള ചിന്ത വല്ലതും ഉണ്ടോ? ഇത് കളയുടെ വിത്താണോ? നല്ല വക വിത്താണോ? ഇത് ആത്മാവിന്റെ വിതയാണോ? ഇത് ജഡത്തിന്റെ വിതയാണോ? ഇത് 2ഉം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു കൊയ്ത്തു പുറകിൽ ഉണ്ടാകുമെന്ന കാര്യം മറക്കരുത്. എന്ത് വിതച്ചാലും കൊയ്ത്തുറപ്പാ. ശിഷ്യന്മാര് എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, യേശുവേ, കളയും കൂടെ വളരുന്നുണ്ടല്ലോ, ഞങ്ങളൊരു കാര്യം ചെയ്യും, ഉപവാസം വെച്ച് കള അങ്ങ് പറിച്ച് കളഞ്ഞേക്കട്ടൻ ചോദിച്ചു. നമ്മുടെ ഭാഷയാണ്. ഉപവാസം വെച്ച് വേണ്ട പ്രവാചകന്മാരെ ഇറക്കി നിങ്ങൾ കള മൊത്തം അങ്ങ് പറിച്ചേക്കട്ടെ. അപ്പൊ കർത്താവ് പറഞ്ഞു, കള കൊയ്ത്തോളം നിൽക്കട്ടെ എന്ന് വരെയാ. കൊയ്ത്ത് വരെ കളയ്ക്ക് വളരാനുള്ള അനുവാദം ദൈവം കൊടുത്തിട്ടുണ്ട്. ആമേ, കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കഴിഞ്ഞു കഴിയുമ്പം കളപ്പുരയ്ക്കകത്ത് കളയുടെ പേരുണ്ടെങ്കിലും കളപ്പുരയ്ക്കകത്ത് കളയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? കളപ്പുര എന്ന വാക്കിന്റെ അകത്ത് കളയുണ്ടെങ്കിലും കളപ്പുരയ്ക്കകത്ത് കളയില്ല. അപ്പൊ വയലിൽ കളയുണ്ട്, കളപ്പുര കളയില്ല. മനസ്സിലായിക്കോണം. അത് ലോകത്തിലെ ഏത് സംഘടനയാണേലും നിങ്ങൾ എത്ര സ്ക്രൂട്ടനൈസ് ചെയ്ത് ഒരാളെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് വെച്ചാലും അതിനകത്ത് കളയുണ്ടായിരിക്കും. ഉറപ്പായ കാര്യമാ. പണ്ടാള് പറഞ്ഞു, ഞാൻ ഒരു പ്രശ്നവും ഇല്ലാത്ത സഭയെ പോകാൻ വേണ്ടി എല്ലാ സഭകളെ കുറിച്ച് ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് കേട്ട ഒരാൾ പറഞ്ഞു, ബ്രദറെ, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്ത സഭ ലോകത്തിലെങ്ങും ഇല്ല. ഇനി ഉണ്ടെന്നിരിക്കട്ടെ, ബ്രദർ ആ സഭയെ ചെല്ലുന്ന അന്ന് തുടങ്ങി ആ സഭയുടെ പ്രശ്നം ആരംഭിക്കും. കാരണം ഈ ഒരു പ്രശ്നമില്ലാത്ത സഭയിലോട്ട് നീ ചെല്ലുകയാണെങ്കിൽ നീ ആയിരിക്കും ആ സഭയുടെ പ്രശ്നം. അപ്പൊ അങ്ങനൊരു സഭ ലോകത്തിലില്ല. അത് IPC പ്രശ്നമുണ്ട്, AG പ്രശ്നമുണ്ട്, ന്യൂ ഇന്ത്യ പ്രശ്നമുണ്ട്, സ്വതന്ത്ര സഭകളിൽ പ്രശ്നമുണ്ട്. എന്നാൽ നമുക്ക് പ്രശ്നത്തിന് കുറവുണ്ട്. നമ്മൾ തന്നെയല്ലേ ഈ പോയിരിക്കുന്ന എവിടെ പോയാലും. ഈ ആരണ്ട് പറഞ്ഞ പോലെ ചെറുതണം പറിച്ച് ആന്തൂര്യത്തിനോട് നട്ടിട്ട് ആന്തൂര്യത്തിന്റെ വളം ഇട്ടുകൊടുത്താലും കായ്ക്കുന്നതും പൂക്കുന്നതും ചൊറിയുള്ളതല്ലേ ഉണ്ടാകുകയുള്ളൂ. ആന്തൂര്യം ഉണ്ടാകുകയല്ലോ. അടിസ്ഥാനപരമായ മാറ്റമില്ലാതെ നമ്മൾ പേര് മാറ്റിയത് കൊണ്ടോ മീശ പഠിച്ചത് കൊണ്ടോ പള്ളി മാറിയത് കൊണ്ടോ ഒന്നും നമ്മളുടെ ബേസിക് നേച്ചർ മാറണമെന്ന് നിർബന്ധമില്ല. അതിനാണ് ബൈബിൾ പറയുന്ന മെറ്റാമർഫോസ് എന്നൊരു വാക്കുണ്ട്,
രൂപാന്തരം. രൂപാന്തരം മീശ പഠിക്കുന്ന അല്ല രൂപാന്തരം. ആമ കാതും കഴുത്തും പറിച്ച് പൊട്ടക്കൊല്ലത്തെ പോലെ ആകുന്ന അല്ല രൂപാന്തരം. പെന്തക്കോസ്തിന്റെ തെറ്റായ പഠിപ്പിക്കല. ഇതൊന്നും അല്ല രൂപാന്തരം. രൂപാന്തരം സംഭവിക്കേണ്ടത് പുഴു പൂമ്പാറ്റയാകുന്നത് പോലെയുള്ള അടിസ്ഥാനപരമായ മാറ്റമാണ്. മെറ്റാമർഫോസ് എന്നൊരു വാക്ക് കൊടുത്തേക്കുന്നത് വളരെ കൃത്യമായി. പുഴു പൂമ്പാറ്റയാകുന്നത് പോലെ ചൊറിയൻ പുഴുവ, പേടിക്കും കണ്ടാൽ, ഇല മൊത്തം തിന്നു തീർക്കും. പക്ഷെ പൂമ്പാറ്റയാകുമ്പോൾ തിന്നു തീർക്കുന്നതല്ല, പരാഗണം ചെയ്യുന്നതാ. ഞൊളച്ചു പോകുന്നതല്ല, പറന്നു നടക്കുന്നതാ. ചൊറിക്കുന്നതും പേടിപ്പിക്കുന്നതുമല്ല, ആകർഷിക്കുന്നതാ. നോക്കൂ, ടോട്ടൽ മാറ്റം. പണ്ടാണ്ട് പറഞ്ഞതുപോലെ പണ്ട് പാസ്റ്ററെ തല്ലുമായിരുന്നു, ഇപ്പൊ വിശ്വാസിയായ പിന്നെ പാസ്റ്ററെ തല്ലുന്ന ആളെ തല്ലും. തല്ലിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതല്ല മാനസാന്തരം, ഇതല്ല രൂപാന്തരം. കോട്ടയത്ത് എനിക്കൊരു സഹോദര സ്നേഹിതനുണ്ട്, ഇപ്പോഴും കർത്താവിന്റെ പേരിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നല്ല കായിക അഭ്യാസിയാണ്. പക്ഷെ അദ്ദേഹം വിശ്വാസത്തിൽ വന്ന ശേഷം ഇങ്ങനെയും സൗമ്യനാകുവാൻ വേണ്ടി കഴിയുമോ? എന്തുമാത്രം സൗമ്യനെന്നറിയാമോ എൻ്റെ ആ സ്നേഹിതന്? പലരും പറഞ്ഞു, പാസ്റ്ററെ മാനസാന്തരപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ മാനസാന്തരപ്പെടണം. പഴയ കയ്യിരിപ്പിന്റെ ഒരംശം പോലും ആമേ ജീവിതത്തിൽ മിച്ചം പിടിക്കാതെ ഇങ്ങനെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? പറ്റിയാൽ അതാണ് മാനസാന്തരം. സ്തോത്രം. ഞാൻ ആ ഭാഗമൊക്കെ വിട്ട് മുൻപോട്ട് പോകട്ടെ. ഇപ്പൊ കർത്താവ് പറഞ്ഞു, വളരട്ടെ, കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കഴിയുമ്പം കളയെല്ലാം കൂട്ടി തീയിലിടും, വിളയെല്ലാം പറക്കി കൊണ്ടുപോയി വെക്കുന്നൊരു സ്ഥലമുണ്ട്, കളപ്പുര. കളപ്പുരയിൽ കളയുണ്ടാകത്തില്ല. സ്വർഗത്തിൽ ഒരു കളയ്ക്കും പോകാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒരു സഭയിലെ ഭാരവാഹിത്വം വഹിച്ചത് കൊണ്ടോ അംഗീകരിക്കപ്പെട്ട അംഗമായതുകൊണ്ടോ ഒരു കളയ്ക്ക് സ്വർഗത്തിൽ അവസരമുണ്ടാകുമെന്ന് കരുതരുത്. അതുകൊണ്ട് നമ്മൾ വിതയ്ക്കുന്ന വിതകൾ കളയാണോ നല്ലതിന്റെ വിത്താണോ എന്ന് ഓരോരുത്തരും അവനോന്റെ ചിന്തകളെ, പ്രവർത്തികളെ പരിശോധിച്ചു കൊള്ളണം. ഞാൻ ഇവിടെ ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ ഒന്ന് പറയേണ്ട പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരണം. ഈ എന്താണ് വിത്ത് ഏതാണെന്നുള്ള വിഷയമായി ഞാൻ പ്രധാനമായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആമേ, ഇവിടെ ഒരു വാക്ക് ഞാൻ മുൻകൂട്ടി പറയട്ടെ. വിതയോടും കൊയ്ത്തിനോടും ബന്ധപ്പെട്ട് 4 പാഠങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒന്നുകൂടെ പറയാം. വിതയും കൊയ്ത്തുമായി ബന്ധപ്പെട്ട് 4 പാഠങ്ങൾ ഞാൻ പറയാം. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു. ഒന്നാമത്തെ പാഠം, വിതച്ചെങ്കിൽ മാത്രമേ കൊയ്ത്തുള്ളൂ. 2, വിതച്ചത് മാത്രമേ കൊയ്യാൻ പറ്റൂ. 3, വിതച്ച ഉടനെ കൊയ്ത്ത് പ്രതീക്ഷിക്കരുത്. 4, വിതച്ചതിനേക്കാൾ കൊയ്യേണ്ടി വരും. നിങ്ങൾ റിപ്പോർട്ടർ ടിവിയുടെ ചാനൽ ആളിരിക്കുന്ന പോലെ പേനായി കൊണ്ടിരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് എഴുതുകാരിക്കുന്നുള്ള വിചാരത്തിൽ ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. വിതച്ചെങ്കിൽ മാത്രമേ കൊയ്ത്തുള്ളൂ, നമ്പർ 1. 2, വിതച്ചത് മാത്രമേ കൊയ്യാൻ പറ്റൂ. നമ്പർ 3, വിതച്ച ഉടനെ ഒരു കൊയ്ത്താരും പ്രതീക്ഷിക്കല്. വിതയ്ക്കാൻ ഒരു കാലം, കൊയ്യാൻ മറ്റൊരു കാലം. 4, വിതച്ചതിനേക്കാൾ കൊയ്യണം. ഒരു പറ വിതച്ചിട്ട് ഒരു പറ കൊയ്യാനാണ് പിന്നെ എന്തിനാ വിതയ്ക്കുന്നത്? ഒരു പറ വിതച്ചാൽ 30, 60, 100 മേനി കൊയ്ത്തുണ്ടാകും. ഇനി ഒന്ന് ശരിക്ക് കേട്ട ഈ 4 പോയിന്റും കൂടെ. വിതച്ചെങ്കിൽ മാത്രമേ കൊയ്ത്തുള്ളൂ. എന്തു വിതയ്ക്കുമെന്ന് അവിടെ നിൽക്കട്ടെ. വിതയ്ക്കണം. ജീവിതത്തിൽ വിതയ്ക്കാതെ കൈ ഇളച്ചിരുന്നാൽ പലരും കൊയ്യുമ്പം നിന്റെ വീട്ടിൽ മാത്രം കൊയ്ത്ത് കാണത്തില്ല. ഇന്നലകളിൽ വിതച്ചവരായി ഇന്ന് കൊയ്യുന്നത് മറക്കല്ല് കേട്ടോ. ദൈവാസന്മാരൊക്കെ വീട്ടിൽ വന്നപ്പം അരിപ്പെട്ടിക്കകത്തൊക്കെ ഇട്ട് വെച്ച നാടൻ കോഴിമുട്ട 2ഉം 3ഉം പുഴുങ്ങി പാസ്റ്റർമാർക്ക് കൊടുത്തത് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ട കാര്യമാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരുന്ന പാസ്റ്റർമാർക്ക് 2ഉം 3ഉം പൊട്ട വാട്ടി വെച്ച് കൊടുത്താൽ അന്നത്തെ പാസ്റ്റർമാർക്ക് ഈ കൊളസ്ട്രോളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവന്മാർ 3 അടിച്ചിട്ടേ പോകത്തുള്ളൂ. ആമേ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അത് കൊടുക്കാനൊരു കൃപയാ ഞങ്ങളുടെ വീട്ടിൽ, അത് കഴിക്കാനും പാസ്റ്റർമാർക്ക് കൃപയാ. ഇന്ന് പിന്നെ വരുമ്പോഴേ ഞങ്ങൾ പറയും കൊളസ്ട്രോൾ 350 ഞങ്ങൾക്ക് നെയ്യുള്ളതൊന്നും വേണ്ട, പിന്നെ പഞ്ചസാരയുടെ ഫാക്ടറി ആയതുകൊണ്ട് പഞ്ചസാര ഇടാന്ന് വെച്ചാൽ മതി. കാരണം ഞങ്ങൾ പയ്യാത്ത ആളുകളായി മാറി തുടങ്ങി. അപ്പൊ ഇത് കൊടുക്കാനൊരു കൃപയാ. അന്ന് കൊടുക്കാൻ കൃപയുണ്ടായിരുന്നു, കഴിക്കാനും കൃപയുണ്ടായിരുന്നു. 2 കൃപ വേണം. 2-നുള്ള സാധ്യത ദൈവം ഒരുക്കി കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, ആമേൻ, വിതച്ചെങ്കിൽ മാത്രമേ കൊയ്ത്തുള്ളൂ. ഇന്നലെ ആരൊക്കെയോ വിതച്ചത് കൊണ്ടാ ഇന്ന് അവര് കൊയ്യുന്നത്. അസുഖപ്പെട്ടൊരു കാര്യമില്ല. വിതയ്ക്കേണ്ട സമയത്ത് വിതച്ചാൽ ഒരു കൊയ്ത്തുണ്ടാകുമെന്ന് മറക്കരുത്. ജോലിയുള്ളപ്പം, ആരോഗ്യമുള്ളപ്പം, സമയമുള്ളപ്പം,
ബുദ്ധി ഉള്ളപ്പം, ആയുസ് ഉള്ളപ്പം എന്തെങ്കിലുമൊക്കെ വിതച്ചോണം കേട്ടോ, എങ്കിലേ ചിലത് കൊയ്യാൻ പറ്റുകയുള്ളൂ. 2, വിതച്ചത് മാത്രമേ കൊയ്യാൻ പറ്റുള്ളൂ. അത് ഓർത്തോണം. ഗോതമ്പ് വിതച്ചിട്ട് നെല്ല് കൊയ്യാമെന്ന് വിചാരിക്കരുത്. യവം വിതച്ചിട്ട് ബാർലി കൊയ്യാമെന്ന് വിചാരിക്കരുത്. എന്തു വിതയ്ക്കുമോ അത് മാത്രം കൊയ്യാൻ പറ്റും. നന്മ വിതച്ചാൽ നന്മ കൊയ്യും, ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും. അത് വളരെ ഗൗരവമായി ചിന്തിച്ചു. എന്ത് വിതയ്ക്കുന്നു എന്നത് വളരെ അടിസ്ഥാനപരമായി അറിയേണ്ട വിഷയമാ. എന്തേലും ഞാനും കൂടെ വിതച്ചില്ലെങ്കിൽ മോശമല്ലേ? എല്ലാരും വിതയ്ക്കുന്നു, ഞാനും വിതയ്ക്കുന്നു. എന്തേലും വിതച്ചാ ഉണ്ടല്ലോ, വിതയ്ക്കുന്നത് കൊയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വിതച്ചോണം. മറ്റൊരു ചിന്തയാണ്, വിതച്ച ഉടനെ കൊയ്യത്തുണ്ടാകത്തില്ല. ചിലർക്ക് ഇന്ന് വിതച്ചാൽ നാളെ തന്നെ കൊയ്ത്ത് വേണം. കർത്താവേ തന്നേ തീരൂ, തന്നേ തന്നെ സമരമുറ വല്ലതും ആണോ? പണ്ട് ജാനു നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ വാതിക്കൽ കുടില് കെട്ടി സമരം നടത്തിയതുപോലെ ചില ബന്ധുക്കാര് 3 ദിവസം കട്ടിച്ച് ഉപവാസം ഇരിക്കും. 3 ദിവസം വെച്ച വിഷയം 450 വിഷയവും വെക്കും. പിറ്റേ ദിവസം രാവിലെ തൊട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ പിന്നെ തന്നേ തീരൂ പോലും. ആമേ. പ്രിയമുള്ളവരെ, വിതയ്ക്കാൻ ഒരു കാലം, കല്ലു പറക്കി കൂട്ടാൻ ഒരു കാലം, പറക്കി കളയാൻ ഒരു കാലം, വിതയ്ക്കാൻ ഒരു കാലം, കൊയ്യാൻ ഒരു കാലം, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇന്ന് ആരുടെയൊക്കെയോ വിതയുടെ നാളുകളാണെങ്കിൽ പരിഭവം കൂടാതെ വിതച്ചോണം. നാളുകളിൽ ഇരുന്ന് കൊയ്യാൻ, നടന്നു കൊയ്യാൻ ഉള്ള ഭാഗ്യം ദൈവം നിങ്ങൾക്ക് തരും എന്ന് മറക്കരുത്. സ്തോത്രം. 4-മത്തെ ചിന്ത, വിതച്ചതിനേക്കാൾ കൊയ്യേണ്ടി വരും. ഇവിടെ ഒരു വലിയ ഗൗരവമായ ചിന്തയുണ്ട്. കാറ്റ് വിതയ്ക്കുന്നവൻ കൊടുങ്കാറ്റ് കൊയ്യും. മറക്കരുതേ, ആവശ്യമില്ലാതെ ഉപദേശിമാർക്കോ സഭയ്ക്കോ ദൈവദാസന്മാർക്കോ ദൈവസഭയുടെ പ്രവർത്തനത്തിനോ നേതൃത്വത്തിനോ ദൈവകൃപയുള്ളവർക്കോ ഒക്കെ ഒരുപക്ഷെ തെറ്റ് കണ്ടേക്കാം. ആവശ്യമില്ലാതെ നീ കാറ്റ് വിതച്ചാൽ നാളുകളിൽ നീ കൊടുങ്കാറ്റ് കൊയ്യേണ്ടി വരും. ഞാൻ കണ്ടിട്ടുണ്ട് കാറ്റ് വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യുന്ന കുറച്ചധികം പേരെ. അതുകൊണ്ട് കൈകൂപ്പി പറയാം, നാം ആരും തികഞ്ഞവരോ തെറ്റാവരമുള്ളവരോ ഒന്നുമല്ല. അന്യന്റെ വിഷയത്തിൽ കയറി അനാവശ്യമായി ഇടപെട്ട് ചുമ്മാ ലൈവിലും വന്ന് ഫേസ്ബുക്കിലും വന്നിട്ട് കമന്റ്സും ഇട്ട് ഷെയറും ചെയ്ത് ആവശ്യമില്ലാതെ വിതയ്ക്കാൻ നിൽക്കരുത്. നാളുകളിൽ കൊടുങ്കാറ്റ് കൊയ്യേണ്ടി വരുമെന്നുള്ള കാര്യം മറക്കണ്ട. എല്ലാവരെയും തിരുത്താമെന്ന് വിചാരിക്കണ്ട, എല്ലാവരെയും നന്നാക്കാമെന്ന് വിചാരിക്കണ്ട. അതാ വെളിപ്പാട് പുസ്തകം ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അഴുക്കാടുന്നവനിനി അഴുക്കാടട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിക്കല്ലെന്നല്ല പറഞ്ഞത്. തെറ്റിനോട് സമരസപ്പെട്ടു പോകണം എന്നും ഞാൻ പ്രസംഗിച്ചില്ല. ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങളിൽ മിതത്വം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് കൊയ്യേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് മാത്രമാ. ഞാൻ ആ ഭാഗമെല്ലാം വിടുന്നു. ഇതൊന്നും എന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗവുമല്ല. ഏതൊക്കെയാണ് കളയുടെ വിത്ത്? 1-2 വാക്കിൽ ഒന്ന് പറയാം. അത് മൊത്തം പ്രസംഗിക്കാൻ നേരമില്ല. 2-3 വാക്കിൽ കളയുടെ വിത്ത്, നമ്മൾ അറിയാതെ വിതയ്ക്കുന്ന വിത്താ. അത് ഏതൊക്കെയാണെന്നൊന്ന് ഓടിച്ചു പറഞ്ഞിട്ട് മറ്റേ വിത്ത്, അതായത് നല്ല വിത്ത് ഏതാന്നുള്ള കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കളയുടെ വിത്ത് എന്ന് പറയുമ്പോൾ ഒരു 3-4 കൂട്ടം കാര്യം ഇവിടെ പറയാൻ വേണ്ടിയുണ്ട്. തൽക്കാലം 1-2 ഞാൻ പറയും. ഞാൻ ആദ്യമേ എണ്ണം പറയുമ്പോൾ നിങ്ങൾ എന്നോട് അസ്വസ്ഥരാകരുത്, പുള്ളി ബാക്കി പറഞ്ഞില്ലെന്ന് ഓർത്ത്. ഒരു 3-4 കൂട്ടം കാര്യം പറയാൻ വേണ്ടിയുണ്ട്. തൽക്കാലം ഞാൻ ഒരു 1-2 കാര്യം പറയാം. ബാക്കിയുള്ള 15 മിനിറ്റ് കൊണ്ട് എന്റെ 2-ാം ഭാഗം എനിക്ക് അല്പം ഡീറ്റെയിൽ ആയി പറയാൻ വേണ്ടിയുണ്ട്. 1, കളയുടെ വിത്ത് വാക്കൊരു വിതയാണ്, വാക്കൊരു വിത്താണ്. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ചോണം. ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഈ നാക്കിനെല്ലില്ലാത്ത കൊണ്ട് പണ്ടാരം വായിക്ക് വന്നത് അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ പറയുന്നില്ല. വായിക്ക് വന്നത്. അതുകൊണ്ട് ഈ എല്ലില്ലാത്തത് കൊണ്ട് എന്തു വേണേലും എവിടെ വേണേലും പറയാം. ചിലത് പിന്നെ നേരിട്ട് പറയുകയില്ല, ചിലത് പിന്നെ പ്രാർത്ഥനയ്ക്കിടെ പറയും, ചിലത് സാക്ഷ്യത്തിനിടയ്ക്ക് പറയും, ചിലത് പ്രസംഗത്തിനിടയ്ക്ക് പറയും. ചിലതൊക്കെ കുത്തിയാലുണ്ടല്ലോ 3 ആഴ്ച കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ നമുക്കട്ടാ കുത്തിയെന്ന്. അത്ര ഡീസന്റ് ആയി കുത്താൻ കഴിവുള്ളവരൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. എനിവേ, ഞാൻ പറഞ്ഞു, വാക്കൊരു വിത്താണ്, സൂക്ഷിച്ചോണം. തെളിയിക്കാൻ കുറെ വാക്യങ്ങളുണ്ട്. വാക്കൊരു വിത്തായി സൂക്ഷിച്ചില്ലെങ്കിൽ എങ്ങനെ അതേ വാക്ക് ഒരു വിളവായി വെളിപ്പെടും, നാശമായി വെളിപ്പെടും, അതെങ്ങനെ ബൂമറാങ് പോലെ തിരിച്ചു വരും എന്ന കാര്യം പറയാൻ കുറെ വാക്യങ്ങൾ ഉണ്ട്. അത് ചിലതൊക്കെ വേണമെന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു വേണേ പോകാം. അതായത് 1-2 വാക്യം ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ വായിക്കാൻ നമുക്ക് നേരമൊന്നും ഇല്ലല്ലോ. ഒരിക്കൽ ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ദാവീദ് പറയുകയാണ്,
ഞാൻ 4 ഇരട്ടി പകരം കൊടുക്കും. 2 ശമൂവേൽ 12-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യത്തിൽ ദാവീദിന്റെ വീട്ടിൽ വന്ന നാഥാൻ പ്രവാചകൻ ദാവീദിനോടൊരു കഥ രൂപേണ ഒരാടിന്റെ കഥ, ഒരു സാധുവായ വീട്ടിൽ നിന്ന് ആടിനെ മൂട്ടിച്ച കഥയൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ തന്റെ ജീവിതമാണെന്ന് തിരിച്ചറിയാതെ പ്രവാചകന്റെ വാക്കിൽ ഉടവാൾ ഊരി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് രാജാവിന്റെ സകല അഹന്തയോടും കൂടി ദാവീദ് ഒരു വാക്കറിയാതങ്ങ് പറഞ്ഞു, അവൻ ആരാണേലും അവൻ മരണത്തിന് യോഗ്യൻ, അവൻ 4 മടങ്ങ് മരണത്തിന് യോഗ്യൻ. അങ്ങനെ വായിക്കുന്നത്. 4 മടങ്ങ്. സ്വന്തം കാര്യമാണെന്നറിയാതെ വായിക്ക് വന്നത് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ മരിക്കത്തില്ല, നിന്റെ മക്കൾ നമ്പർ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നിന്റെ വീട്ടിൽ 4 മരണം ഉണ്ടാകും. ആവശ്യമില്ലാതെ ഒരു വാക്കൊക്കെ പറഞ്ഞിട്ട് തലമുറകളുടെ മരണം 1, 2, 3 എന്ന് കണ്ട് നിലവിളിക്കേണ്ടി വന്നു ദാവീദിന്. ബത്ശേബയിലുണ്ടായ കുട്ടി അധികം വൈകാതെ അവനെ വിട്ടുമാറി. അവൻ വേദനയോടെ കരയേണ്ടി വന്നു. തന്റെ ജീവിതത്തിൽ താൻ സ്നേഹിച്ച അബ്ശാലോം തന്നെ വിട്ടു പോകുന്നത് കണ്ട് ദാവീദിന് ഒത്തിരി കരയേണ്ടി വന്നു. അങ്ങനെ ദാവീദിന്റെ ജീവിതത്തിൽ ഓരോരുത്തരായി അവന്റെ മക്കളിൽ ഓരോരുത്തർ, വാക്യങ്ങളൊക്കെ ഉണ്ട്, വാക്യമെല്ലാം എടുത്തു പറയാതെ ഞാൻ അങ്ങ് വിട്ടുപോകുകയാകുന്നു. ആമോൻ എന്ന് പറഞ്ഞ ദാവീദിന്റെ ഒരു മകനുണ്ട്. ആമോൻ കൊല ചെയ്യപ്പെടുകയാ. അബ്ശാലോം കൊല ചെയ്യപ്പെടുകയാ. ദാവീദിന്റെ ചെറിയ മകനായിരിക്കുന്ന മകൻ യഹോവ അവനെ ബാധിച്ചു, അവൻ മരിച്ചുപോയി. നോക്കൂ, ഒരപ്പൻ അവിവേകമായി പറഞ്ഞ, അല്ലെങ്കിൽ ആവേശത്തിന് പറഞ്ഞ ഒരു വാക്ക് ഒരു കുടുംബത്തിൽ എങ്ങനെ ന്യായവിധിയായി വെളിപ്പെട്ടു എന്നത് മറക്കണ്ട. ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗത്തിന്റെ തിയോളജിക്കലായിട്ടുള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇതിന്റെ ആത്മീയ ആശയം മനസ്സിൽ നിൽക്കണം. ആവേശം മൂത്ത് പറയുന്ന വാക്കുകൾ അബദ്ധമായ വിത്തുകളായി മാറുകയും അതൊരു വലിയ ന്യായവിധിയുടെ കൊയ്ത്തായി മാറുകയും ചെയ്യാതിരിക്കേണ്ടതിന് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാ രുചി വരുത്തിയതുമായിരിക്കണം. സ്തോത്രം. ഞാൻ ആ ഭാഗമൊക്കെ അവനെ വിട്ടുകളയുന്നു. എനിക്ക് അവിടെ കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയുണ്ട്. കുറെ അധികം ചിന്തകൾ എന്റെ മനസ്സിൽ ഇങ്ങനെ വിങ്ങി നിൽക്കി, അത് പറയാൻ പറ്റാതെ പോകുന്നല്ലോ എന്നുള്ള ഒരു സങ്കടം കൊണ്ട്. അതുപോലെ വേറെയും വാക്യങ്ങളുണ്ട് കേട്ടോ. തൽക്കാലം ഒരു വിത്ത് അത് മതി. വാക്കാകുന്ന വിത്ത്. ഇനി വേറൊരു വിത്ത് കൂടെ ഞാൻ പറയാം, പ്രവൃത്തിയാകുന്ന വിത്ത്. അതുകൊണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചത്. പ്രവൃത്തികളൊക്കെ ജഡത്തിൽ വിതയ്ക്കുന്നതാണെങ്കിൽ ജഡത്തിൽ നാശം കൊയ്യും. അതിന് ഒരു 2-3 തെളിവുകൾ ഉണ്ടെങ്കിൽ ഒരു തെളിവ് മാത്രം തൽക്കാലം കേട്ടോ. യാക്കോബ് തന്റെ അപ്പനെ ആടിന്റെ തോല് ഇട്ടിട്ട് ചേട്ടന്റെ സൗണ്ട് അനുകരിച്ചുകൊണ്ട് മിമിക്രി കളിച്ചിട്ട് അപ്പനോട് പറഞ്ഞു, ഞാൻ നിന്റെ മൂത്ത പുത്രനായ ഇന്നയാൾ തന്നെ. അപ്പന് ഡൗട്ടാണ്. അപ്പൻ ചോദിച്ചു, നീ തന്നെയാണോടാ? സൗണ്ട് അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ. തൊട്ടു നോക്കിയിട്ട് അതുപോലെയാ, മണോ കൊണ്ട് തൊട്ടിട്ട് ഓക്കെ, പക്ഷെ സൗണ്ട് മാത്രം ഓക്കെ ആകുന്നില്ല. യാക്കോബ് ആണയിട്ട്, അപ്പ ഞാൻ തന്നെ, കണ്ടില്ലേ? ആടിന്റെ തോല് കൊണ്ട് കണ്ണുമങ്ങിയ അപ്പനെ യാക്കോബ് പറ്റിച്ചെങ്കിൽ ആ പ്രവൃത്തി എങ്ങനെ ഒരു വിത്തായെന്നും അതെങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ യാക്കോബിന് തന്നെ ഒരു കൊയ്ത്തായെന്നും അറിയണമെങ്കിൽ കുറച്ചു പുറകോട്ട് മറിയണം. യോസേഫ് മരിച്ചെന്ന് പറഞ്ഞ് ഒരാടിനെ കൊന്നിട്ട് ആടിന്റെ രക്തം കൊണ്ട് എത്ര കൊല്ലമാണെന്നറിയാമോ യാക്കോബിനെ തന്റെ മക്കൾ പറ്റിച്ചത്? സ്വന്തം അപ്പനെ ആടിന്റെ തോല് കൊണ്ട് പറ്റിച്ച യാക്കോബിനെ സ്വന്തം മക്കൾ ആടിന്റെ ചോര കൊണ്ട് പറ്റിച്ചു. ഒടുക്കം യാക്കോബ് കരഞ്ഞ് നിലവിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ നര ദുഃഖത്തോടെ പാതാളത്തിലേക്ക് പോകേണ്ടി വരുമെന്ന്. കാലം കരുതി വെച്ച ചില കൊയ്ത്തുകളായതൊക്കെ. ആവശ്യമില്ലാത്ത വിതകൾ, കണ്ണ് കാണാൻ വയ്യാത്ത പ്രായമുള്ള അപ്പച്ചനെയും അമ്മച്ചിയെയും പ്രിയപ്പെട്ടവരെയൊക്കെ വഞ്ചിക്കുമ്പോ പറ്റിക്കുമ്പോ എഴുതി വെച്ചോണം, കാലം ഇതെല്ലാം ഒരു കൊയ്ത്താക്കി തിരിച്ചു തരും. അതുകൊണ്ട് വാക്കാണേലും പ്രവൃത്തിയാണേലും വിതയ്ക്കുന്നത് ആത്മാവിലല്ലെങ്കിൽ ജഡത്തിലെ പിതയാണെങ്കിൽ ഒരു നാശം കൊയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം എൻ്റെ പ്രസംഗത്തിന്റെ 1-ാം പോർഷൻ അവിടെ നിർത്തുകയാണ്. അത്രയും നേരമുള്ളത്. അതുകൊണ്ടാ 2-ാം ഭാഗത്ത് എനിക്ക് ഒരു 4 കാര്യം പറയാൻ വേണ്ടിയുണ്ട്. ഏതാ? ആത്മാവിൽ വിതയ്ക്കുന്ന നല്ല വിത്തിനെ കുറിച്ച്. അതിൽ ഒരു വിത്തിന്റെ പേര് ഒന്ന് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം വായിച്ചാട്ടെ. അതിന്റെ 13-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. മത്തായി 13:36.
അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞു, വീട്ടിൽ ചെന്ന് അവിടെ വായിക്കാനാകുന്നു, വയലിലെ കളയുടെ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്. അപ്പൊ ഈ വാക്യത്തിൽ മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞ വയലിലെ കളയുമായി ബന്ധപ്പെട്ട ഒരു ഉപമ യേശു പറയുകയും, ആൾ ഒഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ ഇന്ന് പ്രസംഗിച്ചപ്പോ രാവിലെ പറഞ്ഞ വയലിലെ കളയുടെ ഉപമയുണ്ടല്ലോ, അതൊന്ന് തെളിയിച്ചു തരണം. നമ്മളൊക്കെ ആണെങ്കിൽ കിട്ടിയ ദൂത് കൊണ്ട് അങ്ങ് വീട്ടിൽ പോകും. പിന്നെ വീട്ടിൽ പോയി നമുക്ക് തോന്നിയ പോലെ അങ്ങ് വ്യാഖ്യാനിക്കുക. ചിലരൊക്കെ ദൂതൊക്കെ വ്യാഖ്യാനിക്കുന്ന കേട്ട കർത്താവും കരഞ്ഞു പോകും, നമ്മളും കരഞ്ഞു. കാരണം അങ്ങനെ ഒരു അർത്ഥമേ അതിനില്ല. ഒരു കാര്യം മനസ്സിലാകില്ലെങ്കിൽ കർത്താവിനോട് ചോദി. കർത്താവ് പറഞ്ഞ കൃത്യമായി പറഞ്ഞു കൊടുത്തു. വാക്യം 19 അത് വായിക്കുന്നുണ്ട് നമുക്ക്. വചനം, വിത്തെന്ന് പറഞ്ഞാൽ വചനമാണ്. എന്താണ് വിത്ത്? എന്താണ്? വചനമാകുന്ന വിത്ത്. അപ്പൊ ഒന്നാമത്തെ നല്ല വിത്ത് എന്താണ്? ദൈവ വചനമാകുന്ന വിത്ത്. ഇത് എവിടാ വിതയ്ക്കേണ്ടത്? നമ്മുടെ ഹൃദയത്തിന്റെ അൾത്താരയിൽ, ആ ഒരുക്കപ്പെട്ട നിലത്തിൽ മാത്രമല്ല ഇത് വിതയ്ക്കുന്നത്. ഇത് ദേശത്ത് കാട് മൂടിക്കിടക്കുന്ന പ്രതലങ്ങളെ തിരിച്ചറിഞ്ഞ് അതെല്ലാം വെട്ടിയൊരുക്കി വചനമായ വിത്ത് ദേശത്ത് വിതച്ചാൽ അത് ആത്മാക്കളുടെ കൊയ്ത്തായി വെളിപ്പെട്ടു വരുമെന്നാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവം വചനം തന്നത് ആ വചനം പലയിടങ്ങളിൽ വിതയ്ക്കാൻ വേണ്ടിയാ. അതിന് MDH വേണോ നിർബന്ധമില്ല, അതിന് BD വേണോ നിർബന്ധമില്ല, അതിന് ഏതെങ്കിലും തിയോളജിക്കൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിർബന്ധമൊന്നുമല്ല. ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഇതൊന്നുമില്ലെങ്കിലും വചനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് വിതച്ചോണം. ഒന്ന് രണ്ട് വാക്ക് ഉദാഹരണം പറഞ്ഞു പോകാം. ഒരു ശമരിയ സ്ത്രീ യേശുവിനെ കുറിച്ച് വെളിപ്പാട് കിട്ടിയിട്ട് അവൾ അവിടെ ഇരുന്നില്ല. അവൾ നേരെ കുടം അവിടെ വെച്ചിട്ട്, അങ്ങനെ വായിക്കുന്നത് യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 35 തുടങ്ങിയുള്ള ഭാഗം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവൾ കുടം അവിടെ കളഞ്ഞിട്ട് പോവുക. വെള്ളം കോരാൻ വന്നതാ. ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യവും ഏറ്റവും അത്യാവശ്യവുമായ കാര്യമാണ് വെള്ളം. ഞാനാണെങ്കിൽ എന്തായാലും വന്നതാ. എന്നാ പോകുമ്പോൾ ഒരു കലം കോരിക്കൊണ്ട് പോയാൽ അടുത്ത ട്രിപ്പ് വരുമ്പോൾ ഒരു കലം കുറച്ച് കോരിയാൽ പോരെ. നമ്മളാണെങ്കിൽ ആ ദൂരമൊക്കെ ഒന്ന് പരിഗണിച്ച് ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് വന്നതല്ല ഇവിടം വരെ, എന്നാ പിന്നെ കോരിക്കൊണ്ട് പോകാം. ഇല്ല, അവൾ ആ കോരുന്ന കുടം അവിടെ കളഞ്ഞിട്ട് പോയി. ഈ സമയം ശിഷ്യന്മാര് മറ്റേതാ അപ്പം വാങ്ങിക്കാൻ പോയിട്ട് വരുന്ന വഴി, അതെനിക്കറിയാമല്ലോ സംഭവമൊക്കെ. ഇവന്മാരെല്ലാം കൂടെ 12 പൊതിയും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ പാട്ടുപാടി വരിക. അല്ലെ തന്നെ എന്റെ ചോദ്യം, ഇവിടെ ആഹാരത്തിന് പോകുമ്പോ ഒരാൾ പോയാൽ പോരെ? ഈ 12 പേരോട് ആഹാരം വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യം എവിടെയെങ്കിലും ഉണ്ടോ? ഇവരുമാരില്ല, എല്ലാവരും പോയി. യേശു പറഞ്ഞില്ല ബ്രദർ പോകണ്ട, നമ്മുടെ തോമസ് ഊട്ടി ബ്രദർ മാത്രം പോയാൽ മതി എന്നൊന്നും യേശു പറഞ്ഞില്ല. അതിന്റെ കാരണം കർത്താവ് ഓർത്തത് പോന്നേ പോട്ടെ, ശല്യങ്ങൾ മാറിക്കിട്ടുമല്ലോ, സുവിശേഷം പറയാമല്ലോ. എന്തായാലും ഇവര് പോയിട്ട് പൊതിച്ചോറും കൊണ്ടു. അപ്പൊ യേശു പറയും, നിങ്ങൾ അറിയാത്തൊരാഹാരം ഞാൻ കഴിച്ചു. ഉടനെ അമ്മ ഓർക്കുക, നമ്മൾ പോയപ്പോ ആരാണ്ട് പുള്ളിക്ക് അടയുണ്ടാക്കി കൊടുത്ത കണ്ട. പക്ഷെ കർത്താവ് അവിടെ കൃത്യമായി അർത്ഥമാക്കുന്നു, നിങ്ങളുടെ വിശപ്പ് ആഹാരത്തിന് വേണ്ടിയാണെങ്കിൽ എന്റെ വിശപ്പ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിശപ്പാകുന്നു. ആ വിശപ്പിന്റെ ഫലമാണ് ഈ സ്ത്രീ. അവൾ എന്ത് ചെയ്തു? കുടം അവിടെ ഇട്ടിട്ട് തന്റെ ഗ്രാമത്തിലേക്ക് പോയി. അവൾ ഒരു ഗ്രാമത്തെ നേടിക്കൊണ്ട് മടങ്ങി വരിക. എന്താണ് അവൾ ഗ്രാമത്തിൽ പോയി പറഞ്ഞത്? അവൾ ഗ്രാമത്തിൽ പോയി ഗ്രീക്ക് പറഞ്ഞു, പെറൂസിയ എന്ന് പറഞ്ഞു, അവൾ ഹഗായിയോസ് എന്ന് പറഞ്ഞു, ഹാഗിയോസ് എന്ന് പറഞ്ഞു, സൂണാറ്റിൽ എംബാനോമ എന്ന ഗ്രീക്ക് വാക്ക് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. അവൾ ആകെ കൂടി ഇത്രേ പറഞ്ഞുള്ളൂ, എന്റെ കാര്യം എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കാണിച്ചു തരാം, അവൻ ഒരു പക്ഷെങ്കിൽ മശികയായിരിക്കും. അവൻ ഒരു പക്ഷെങ്കിൽ മശികയായിരിക്കും. മശികയെ കുറിച്ച് അവൾ പറഞ്ഞത്. അവരെല്ലാം കടന്നിങ്ങോട്ട് വരികയാ. അങ്ങനെയാണെങ്കിൽ ഒരു ശമരിയ ഗ്രാമം കൊയ്ത്തിനായി പാകമാകിയത് ഒരുവൻ വിത്ത് വിതയ്ക്കാൻ തയ്യാറായപ്പോഴാ. വിത്ത് വിതച്ചാൽ ഒരു കൊയ്ത്തുണ്ട്. വചനമാകുന്ന വിത്ത്, സുവിശേഷമാകുന്ന വിത്ത്, സുവിശേഷീകരണമായ വിത്ത്, അത് വിതച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ആ ദേശങ്ങളിൽ ഒരു കൊയ്ത്തുണ്ടാകും. എനിക്കറിയാം, ഞാനായിരുന്ന കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്ത് അവിടെ ഇന്ന് ധാരാളം സഭകളുണ്ട്. ഞാനൊരു 12 വർഷം അവിടെ ശുശ്രൂഷിച്ചതാ. ഞാൻ അവിടെ 2006 ചെല്ലുന്നത് ശുശ്രൂഷിക്കാൻ വേണ്ടി. അന്ന് ആ കാഞ്ഞിരപ്പള്ളി ടൗണിൽ എനിക്ക് തോന്നുന്നു 1-2 സഭകൾ മാത്രമേ ടൗണിനകത്തുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിരവധി സഭകൾ, പിണങ്ങി പിരിഞ്ഞുമൊക്കെ ഉണ്ടായതാന്ന് പറഞ്ഞാലും ഇന്ന് എണ്ണമറ്റ സഭകൾ
IPCക്കും ന്യൂ ഇന്ത്യക്കും ഷാരോനും ഏജിക്കും ഒക്കെ സഭകളുണ്ട്. പക്ഷേ ഇതിന്റെ പുറം സത്യം ഞങ്ങളോട് പറയാം. കാലങ്ങൾക്ക് പുറകിൽ, കുറെ വർഷങ്ങൾക്ക് പുറകിൽ ഒരു മനുഷ്യൻ അവിടുത്തെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തിട്ട് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്ത് ഒരു ദേശത്തിന് വേണ്ടി ആത്മഭാരത്തോടെ കരഞ്ഞപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, കാലം കുറെ പിന്നിട്ടപ്പോൾ ഒരു കൊയ്ത്തിനുള്ള അവസരം ദൈവം ഞങ്ങൾക്കൊരുക്കി. ശിഷ്യന്മാരോട് യേശു പറഞ്ഞതുപോലെ, നിങ്ങൾ വിതയ്ക്കാത്തത് പോയി കൊയ്തുകൊള്ളുവീൻ. ആരൊക്കെയോ വിതച്ചതാ, കൊയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരിക. അതുകൊണ്ട് വചനത്തിന്റെ വിത്ത് വിതച്ചോണം. അത് ആത്മാവിന്റെ വിതയാണ്, അത് 100 മേനി കൊയ്ത്തായി മാറും. ഇനിയും വിത്തുകൾ വേറെ ഉണ്ട്, സമയം മുമ്പ് തീരുകയും ചെയ്യുകയാണ്. സ്തോത്രം. നേരെ നിന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ പിടിച്ചിരുത്തുവായിരുന്നു നിങ്ങൾ. ഇതിപ്പോ സൂം ഓഫ് ആക്കിയിട്ട് പോയാൽ എനിക്ക് അറിയത്തില്ല. എനിവേ, ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് ഈ പ്രസംഗം ഒന്ന് പൂർത്തീകരിച്ചോളാം. രണ്ടാമത്തെ മറ്റൊരു വിതയാണ് 2 കൊരിന്ത്യർ 9-ാം അധ്യായം. എടുക്കുകയും വേണ്ട, വായിക്കുകയും വേണ്ട. 6 മുതൽ 12 വരെയുള്ള വാക്യം. ധനം ഒരു വിത്താണ്. എന്താണ്? സമ്പത്തൊരു വിത്താണ്. അത് 2 രീതി വിതയ്ക്കാം. അത് കളയായിട്ടും വിതയ്ക്കാം, അത് നന്മയുടെ ആത്മാവിന്റെ വിളയായിട്ടും വിതയ്ക്കാം. അതുകൊണ്ടാണ് അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിച്ചു കൊള്ളുവീൻ എന്ന് യേശു പറയുന്നത്. 2 രീതി വിതയ്ക്കാം. അതുകൊണ്ട് സമ്പത്തോട് സമ്പത്ത് കൂട്ടാൻ വിതയ്ക്കുന്ന പലരും ദ്രവ്യാഗ്രഹികളായി മാറുകയും അവരെന്ത് ചെയ്യുന്നു? ഈ ദാഹം പെരുകുന്ന വെള്ളം കുടിച്ചിട്ട് അവർ അതിദുഃഖങ്ങൾക്ക് അധീനരായി പോവുകയും ചെയ്തു എന്നൊക്കെയാണ് തിമോത്തിയോസിലൊക്കെ പൗലോസ് പറയുന്നത്. എന്നാൽ ഈ വിത്തിനെ ആത്മാവിന്റെ വിത്താക്കി വിതയ്ക്കാൻ കഴിയും. ഇതിനെയാ ധനത്തെ കൊണ്ട് നീതിയുടെ വിള. 10-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. ഏതാ? 2 കൊരിന്ത്യർ 9-ന്റെ 10-ാം വാക്യം വായിച്ചാൽ മതി. നീതിയുടെ വിള. അപ്പം ധനം എങ്ങനെ വിതയ്ക്കാൻ പറ്റും? നീതിയുടെ വിളയായിട്ട് അതിനെ വിതയ്ക്കാൻ പറ്റും. നിങ്ങൾ കൊടുക്കുന്ന പൈസയെ കുറിച്ച് നിങ്ങൾ കണക്ക് സൂക്ഷിക്കരുത്. ഞാൻ വീണ്ടും പറയാം, സഭയ്ക്ക് ഓഡിറ്റിംഗ് ഉണ്ട്, സഭയ്ക്ക് അക്കൗണ്ട് ഉണ്ട്, റെസിപ്റ്റ് കിട്ടും, നല്ല കാര്യം. പക്ഷെ സഭയ്ക്ക് കൊടുത്ത തുകയുടെ റെസിപ്റ്റ് അവിടെ ഇരുന്നോട്ടെ, അല്ലെ വാങ്ങിച്ചു വീട്ടിൽ വെച്ചു, അതിന്റെ കണക്ക് മനസ്സിൽ സൂക്ഷിക്കരുത്. കാരണം ഞാൻ ഇത്രയും കൊടുത്തു, ഞാനാണ് കൂടുതൽ കൊടുത്തത്, ഞാൻ അത്രയും കാണിച്ചത്, എന്നോട് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ഇല്ല പ്രിയമുള്ളവരെ, കൊടുത്ത പണം കൈയുടെ അറ്റത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കണക്ക് നോക്കണ്ട. കാരണം ദൈവം നമ്മെ സ്നേഹിച്ചത് തന്നതിന്റെ കണക്ക് വെച്ചോണ്ട് ഒന്നുമല്ല കേട്ടോ. ഞാൻ ആ ഭാഗം വിടുകയാണ്. മൂന്നാമത്തെ മറ്റൊരു വിത്തും കൂടെ പറഞ്ഞ് ഞാൻ ഈ ചിന്ത വേണം നിർത്തിയേക്കാം, സമയം പോകുന്നത് കൊണ്ട്. അത് മറ്റൊന്നുമല്ല. ഇതേ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഗലാത്യർ 6:9 വായിക്കുന്നു, നന്മ ചെയ്യുന്നത്, നന്മ ചെയ്യുക. ഐഹിക നന്മയുമുണ്ട്, ആത്മീക നന്മയുമുണ്ട്. അവൻ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ അത് പാപമാണെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. യാക്കോബിലൊക്കെ വാക്യമുണ്ട്. അപ്പം നന്മ ചെയ്യുക എന്നത് ഒരു വിതയാണ്. ഇന്ന് ആർക്കെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ പലിശയില്ലാത്ത കടം ഇതാ നന്മയാണത്, അത് തിരികെ മടങ്ങി വരുമെന്ന് മറന്നു പോകണ്ട. അപ്പൊ 3 വിതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നല്ല വിതകളെ കുറിച്ച്: വചനമാകുന്ന വിത്തിന്റെ വിത. 2, സമ്പത്തിന്റെ ശരിയായ വിനിയോഗം നീതിയുടെ വിളയായി മാറും. 3, നന്മ ചെയ്യുന്നതൊരു വിതയാണ്. റോമാലേഖനം 15-ാം അധ്യായം 27-ാം വാക്യത്തിലും അത് വായിക്കുന്നുണ്ട്. ഗലാത്യർ 6:9 വാക്യത്തിലും അത് വായിക്കുന്നുണ്ട്. ഐഹിക നന്മയും ആത്മീക നന്മയും. അതിനെക്കുറിച്ചൊന്നും പറയാൻ നേരം എടുക്കുന്നില്ല. ഒരു വാക്യം കൂടെ പറയാം, ഞാൻ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 35, 36 താഴെ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ അത് വിളഞ്ഞു വരത്തില്ല. ഞാൻ വാക്യം എടുക്കാതെ പറയുക. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ. ഇവിടെ നമ്മുടെ ശരീരമാകുന്ന വിത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ഇത് താഴ്ചയിൽ വിതയ്ക്കുന്നു, ഇത് കഷ്ടതയിൽ വിതയ്ക്കുന്നു. ആ വാക്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അത് മഹത്വത്തിൽ ഉയർക്കുന്നു. അങ്ങനാണെങ്കിൽ ഒരു വിശുദ്ധന്റെ ശരീരം ഈ ഭൂമി അടക്കം ചെയ്യുന്നത് ഒരു വിത്തിന് തുല്യമാണ്. ഭൗമിക ശരീരം അടക്കുന്നുവെങ്കിലും ഒരാത്മീക ശരീരം പുറത്തു വരും. അതുകൊണ്ട് ദൈവസഭയെ ഒരു ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നത് പോലെ വിശുദ്ധൻ ഇവിടെ ചീഞ്ഞളിഞ്ഞ് അവസാനിക്കുകയല്ല,
മറ്റൊരു വിതയ്ക്കായി, മറ്റൊരു കൊയ്ത്തിനായി അവൻ ആത്മാവിൽ ഉയർത്തുവരുന്നു. രാത്രി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമല്ലോ. ഈ ചിന്തകളുടെ പല ഭാഗങ്ങളും പറയാൻ കഴിയാതെ ഒഴിവാക്കേണ്ടി വന്നു എന്ന ബദ്ധപ്പാട് കൊണ്ട് ഒരു പക്ഷെങ്കിൽ എൻ്റെ ആശയം അതിൻ്റെ ആ നില നിങ്ങൾക്ക് എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഗലാത്യർ 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലൂടെ 3 പ്രധാന കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചു. 1, വഞ്ചിക്കപ്പെടരുത്. 2, ദൈവത്തെ പരീക്ഷിക്കരുത്. 3, വിതയും കൊയ്ത്തും. അതിൽ 3-ാം ഭാഗമാണ് നാം അല്പസമയം എടുത്തു പറഞ്ഞത്, ജഡത്തിൽ വിതയ്ക്കുക. ഏതൊക്കെയാണ് ജഡത്തിൽ വിതയ്ക്കുന്നത്? നമ്മുടെ വാക്കുകൾ ഒരു വിതയാണ്, നമ്മുടെ പ്രവൃത്തി ഒരു വിതയാണ്. അവയൊക്കെ സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ അതൊക്കെ നാശത്തിന്റെ, ജഡത്തിന്റെ കൊയ്ത്തായി മാറും. അപ്പോൾ തന്നെ ആത്മാവിൽ വിതയ്ക്കാൻ കഴിയും. എന്ത്? ധനം ആത്മാവിൽ വിതച്ചാൽ അത് ആത്മാവിന്റെ കൊയ്ത്തായി മാറും. വചനം ആത്മാവിൽ വിതച്ചാൽ സുവിശേഷീകരണമായി, ആത്മാക്കളുടെ വിജയമായി മാറ്റപ്പെടും. അതുപോലെ തന്നെ ഐഹിക നന്മകളും ആത്മീക നന്മകളും ശുശ്രൂഷപരമായ വിതയാണ്. അതെല്ലാം ഒരു കൊയ്ത്തായി മാറി വരും. ഒടുവിലായി ഒരു ഭക്തന്റെ മരണവും അടക്കം പോലും ഒരു വിതയ്ക്ക് തുല്യമാണ്. അതെല്ലാം മഹത്വത്തിലും ഭൗമിക ശരീരം വിതച്ചത് ആത്മീകമായ വിത്തായി, വിതയായി, ഉയർപ്പായി കടന്നു വരും. നമുക്ക് ദൈവമാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ജോയ്സ് മിനിസ്ട്രിക്കകത്ത് നല്ല വിത്ത് വിതയ്ക്കുന്നവരായി, നൂറുമേനി കൊയ്ത്തിന് അവസരം ഉണ്ടാകുന്നവരായി മാറുവാൻ ഈ ചിന്തകൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവസരമൊരുക്കി തന്ന സന്നിപ്പാസോടും ഇന്ന് ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടും എന്നെ വിളിച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഉത്സാഹിപ്പിച്ച പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയെ ഓർക്കുക. ഗോഡ് ബ്ലസ് യു.